നിങ്ങളുടെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്, മലക്കുകൾക്ക് നിങ്ങളെ വല്ലാത്ത പരിചയമാണ്. ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് നിന്നെ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ്. ഏഴാകാശത്തിലുള്ള മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ. മലക്കുകൾ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാണ്, മലക്കുകൾക്ക് പരിചയമുള്ള മനുഷ്യനാരാണ്? അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന മഹാനാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ചില പെണ്ണുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി 24 മണിക്കൂറും അല്ലാഹുവിന്റെ മലക്കുകൾ എവിടെന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് നബിയേ, ആരാണ് നബിയേ മലക്കുകളുടെ ദുആ കിട്ടുന്ന? മലക്കുകൾക്ക് പരിചയമുള്ള ആ ഭാഗ്യവാന്മാരാരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ചില നന്മകൾ ആര് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞു തരുന്ന സൽക്കർമ്മമുണ്ടല്ലോ, ഈ സൽക്കർമ്മം നിങ്ങളിൽ ആരാണോ അല്ലാഹു തന്ന ഈ ജീവിതത്തിൽ ചെയ്യുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ ചെറിയ ഒരു ജീവിതമുണ്ടല്ലോ, ഈ ചെറിയ ജീവിതത്തിൽ ആരാണോ ഈ നന്മ ചെയ്യുന്നത്, ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാ. ആർക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത് കുല്ല ശൈഇൻ റഹ്മ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم الجنة عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സാധാരണ മലക്കുകളല്ല, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗം ചുറ്റുന്ന മലക്കുകളുണ്ടല്ലോ, അവരാണ് വിവിഐപികളായ മലക്കുകള്, ഉയർന്ന പദവിയിലുള്ള മലക്കുകള്. അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടിയല്ല, പള്ളി കെട്ടിക്കൊടുത്തവർക്ക് വേണ്ടിയല്ല, ഹജ്ജ് ചെയ്തവന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയെന്നറിയുവോ? ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു പോയി, പടച്ചവനെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടക്കുന്ന സമയത്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വടങ്ങിയിട്ട് പടച്ചവനെ എന്തെങ്കിലും ഒരു പാപം ചെയ്തു പോയി, ആ ചെയ്തു പോയ പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ കള്ളു കുടിച്ചു പോയി റബ്ബേ, വ്യഭിചരിച്ചു പോയി റബ്ബേ, പലിശ തിന്നു പോയി റബ്ബേ, നിന്നെ മറന്നുകൊണ്ട് ജീവിച്ചു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ, പടച്ചവനെ സംഭവിച്ചു പോയി റബ്ബ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ.
കള്ളുകുടിച്ചവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വ്യഭിചരിച്ചവൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പറ്റിപ്പോയി തമ്പുരാനെ, പറ്റിപ്പോയി തമ്പുരാനെ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ, നിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാനെ, ഇവൻ ചെയ്തു പോയ പാപം നിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നന്നാകുന്നവനാണ്. ഇവന്റെ പാപം പുറത്തു കൊടുക്കണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ഇവനെ കടത്തി വിടണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വർഗം കിട്ടാൻ, റബ്ബ് നിനക്ക് പുറത്തു തരാൻ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുവോ? ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, വമന സ്വലഹ മിൻ ആബാഇഹിം, അല്ലാഹുവേ, ഇവനെ മാത്രം കൊടുത്താ പോരാ, ഇവനെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, ഇവനെ മാത്രം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടാ പോരാ. പടച്ചവനെ, ഇവന് ജന്മം കൊടുത്തവര് വാപ്പയുണ്ട് പടച്ചവര്, ഇവന് വേണ്ടി ജീവിച്ചവര് പിതാവുണ്ട് റബ്ബേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് വളർത്തിയ ഒരു ഉമ്മയുണ്ട് റബ്ബേ. ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, നിനക്കു മാത്രമല്ല നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം കിട്ടാൻ, നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം കിട്ടാൻ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, നാഥാ, വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാ, ഇവന്റെ രക്തത്തിൽ പറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല പറയുന്നത്, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, അല്ലാ, ഇവനെയും ഇവന്റെ ഭാര്യയെയും ഇവന്റെ മക്കളെയും ഇവന്റെ മാതാപിതാക്കളെയും കുടുംബസമേതം നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, ഇവന് നീ പുറത്തു കൊടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഇവന് പുറത്തു കൊടുക്കണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇവന് സ്വർഗം കൊടുക്കണം. ഇവന് മാത്രം പോരാ, ഇവനൊരു വാപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്, അവർക്കും കൊടുക്കണം. ഇവനൊരു ഭാര്യയുണ്ട്, അവൾക്കും കൊടുക്കണം. ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട്, ആ മക്കൾക്കും എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്തതിൻ്റെ പേരില? ഒരു തെറ്റ് അള്ളാഹിനോട് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയതിൻ്റെ പേരിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അതിനു പോലും മടിയാ. അള്ളാഹിനോട് ചെയ്ത പാപം, അല്ല ഞാൻ കള്ളുകുടിച്ചല്ല, ഞാൻ വ്യഭിചരിച്ചല്ല, റബ്ബേ നീ അള്ളാഹിനോടല്ലേ പറയേണ്ടത്.
ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം പോലും അള്ളാഹുവിനോട് പറയാൻ നമുക്ക് മടിയ, ദുആ ചെയ്യാൻ തന്നെ മടിയ. ഉസ്താദന്മാരോട് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേ? പ്രസംഗത്തിന് മുമ്പ് ദുആ, പ്രസംഗം കഴിഞ്ഞ് ദുആ, നിസ്കാരം കഴിഞ്ഞ് ദുആ, മരണ വീട്ടിൽ ദുആ, ഖബറിന്റെ അവിടെ ദുആ, എവിടെ നോക്കിയാലും ദുആ. എന്തിനാ ദുആ ചെയ്യണേ? എടാ പൊന്നാര ചങ്ങാതി, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഉസ്താദന്മാരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ല നിന്നോട് ദുആ ചെയ്യാൻ പറയുന്നത്. ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. ഞാൻ ദുആ ചെയ്യുന്നവനാണെങ്കിൽ എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കിനറിയാം. ഞാൻ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബെ സ്വീകരിക്കണേ അല്ലാഹ്. മലക്കിന് പോലും എന്റെ ശബ്ദം അറിയാം. നിത്യമായി ദുആ ചെയ്യുന്നവന്റെ ശബ്ദം പോലും അള്ളാന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. നീ വേണമെങ്കിൽ ചെയ്യ്, നീ ചെയ്താൽ നിന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ട്. മലക്കുകൾ അള്ളാഹുവിനോട് പറയും, പുറത്തു കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ, കരുണ കാണിക്ക റബ്ബേ, സ്വർഗം കൊടുക്ക റബ്ബേ എന്നും മലക്കുകൾ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുപോലും അള്ളാഹിനോട് പറയാൻ നമുക്ക് മടിയ. നമ്മൾ ദുആ ചെയ്യാറില്ല. പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് തൊണ്ട പൊട്ടിക്കിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നി, എന്തിനാ അല്ലാ ഞാനിത് ചെയ്യണേന്ന്. കാരണം പള്ളിക്കകത്ത് നിസ്കാരം കഴിഞ്ഞിരിക്കുന്നവൻ സദ്യ ഉണ്ണായിരിക്കണ പോലെ ഇരിക്കണേ. സദ്യ ഉണ്ണാനിരിക്കുന്നവനെ പോലെ ചമ്മണം കുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു ഇലയും കൂടെ വിരിച്ച് ചോറിട്ട് കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ. ചിലർക്കാണെങ്കിൽ പിന്നെ കൈ പൊങ്ങുവോ? എടാ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ പിടിക്കാൻ നിന്റെ കൈ പൊങ്ങും. നീ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക, തറയിൽ മടിയിലിട്ടിരിക്കുക, ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ ഇട്ടിരിക്കുന്നത് പോലെ. എടാ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് കൈ വെക്കാനുള്ള മനസ്സ് പോലും ഇല്ലല്ലോ. റോഡിൽ കൂടെ കണ്ടവന്മാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ നിനക്ക് ശബ്ദമുണ്ട്. റോഡിൽ കൂടെ കിടന്ന് കൂവാൻ നിനക്ക് ശബ്ദമുണ്ട്. സ്വന്തം കാര്യം അല്ലാഹുവിന്റെ മുന്നിൽ പറയുമ്പോ ആമീൻ പറയാൻ നിന്റെ നാവ് പൊങ്ങാറില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖതീബ് ഉസ്താദ് വിചാരിക്കുക, എന്തിനാ അപ്പൊ ഞാൻ ആർക്കാ അല്ലാഹ് ഈ ദുആ ചെയ്യണേ? ഉസ്താദിന് തന്നെ തോന്നുന്ന രംഗം, പള്ളിക്കകത്തൊരുത്തന്റെ ശബ്ദമില്ല, പക്ഷേ ജനറൽ ബോഡിയിലുണ്ട് ശബ്ദം. അല്ലാഹുടെ പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ നാവ് പൊങ്ങാറില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് തൂണ് ചാരും. ചിലത് ഓടും, ചിലത് പള്ളിയിൽ നിന്നിറങ്ങി ഓടുക. ബാങ്ക് വിളിക്കുമ്പോൾ ഇബ്ലീസ് ഓടുന്നത് പോലെ ഓടും ചിലര്. അവർക്കൊന്നും അങ്ങനെയൊക്കെ തന്നെ. എനിക്കൊക്കെ വേണമെങ്കിൽ ചെയ്യ ചങ്ങാതിമാരെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ പറ്റിയാൽ അല്ലാഹുവിനോട് പറ, റബ്ബിനോട് പറയണം. എങ്ങനെയാ പറയേണ്ടത്? ഉസ്താദേ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. അപ്പൊ ചിലർക്ക് അല്ലാഹുവിനോട് പറയാൻ തന്നെ മടിയ. ചിലർക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ എന്നാ ചിലർ ചോദിക്കണേ. ചിലർ ചോദിക്കുന്നു, ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് അല്ലാഹ് പുറത്തു തരും. എന്താ? നിനക്കല്ലടാ, 100 കൊല ചെയ്തവൻ അല്ലാഹ് പുറത്തു കൊടുത്തില്ല, നീ ആരാ? എടാ 100 കൊല ചെയ്തവന്റെ ചരിത്രം ഉസ്താദന്മാര് ചെറുപ്പകാലം മുതൽ കേൾക്കണതല്ലേ. 99 പേരെ കൊന്നിട്ട് ഒരുത്തനിങ്ങനെ നടന്നു വരിക. അപ്പോഴാ തോന്നി, അല്ലാ 99 പേരെ കൊന്നല്ലോ പടച്ചവനെ, എന്തൊരു പാവാ ഞാൻ ചെയ്തേ. അപ്പൊ റോഡേ വരുന്ന ഒരു കാക്കാനോട് ചോദിച്ചു, കാക്കാ ഞാൻ 99 പേരെ കൊന്ന് അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? ആ കാക്ക പറഞ്ഞു, എടാ വൃത്തികെട്ടവനെ, നിനക്കല്ല പുറത്തു തരത്തില്ലടാ, നീ 99 പേരെ കൊന്നതാ, എന്നാ നീ കൂടെ പോടാന്ന് പറഞ്ഞു 100 തികച്ചു. അവനെ കൂടെ വെട്ടിയങ്ങ് മറിച്ച് സെഞ്ചുറി അടിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴാ ഒരു ഉസ്താദ് വരുന്നത്. ജാഹിലും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം പഠിക്കേണ്ടത് അവിടെയാ. ഇന്നലെ കുളിച്ച് താടിയും വെച്ചുകൊണ്ട് തഴമ്പും വെച്ച് പായിലിട്ട് ഒരച്ചിട്ട് വലിയ ആളായിട്ട് വരുന്നവനും പള്ളിയിൽ പോയി അള്ളാഹു കൊടുത്ത ആയുസിൽ പോയി 10ഉം 12ഉം കൊല്ലം പോയിരുന്ന് കഷ്ടപ്പെട്ട് കിതാബ് ഓതിയ ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം അവിടെ പഠിക്കണ്ടേ. ഇന്നലെ കുളിച്ച് കയറിയവന്റെ അടുത്ത് ആദ്യം വന്ന് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്ന് അല്ലാഹ് പുറത്തു തരുമോ? ഇല്ലടാ, നീയും പോ. എന്നാ 100ാമത് കൊന്നിട്ട് പോയപ്പോ ഉസ്താദിനോടാ ചോദിച്ച. ഉസ്താദ് പറഞ്ഞു, നീയല്ലടാ, ഇനി 100 കൊന്നാലും അല്ലാഹ് നിനക്ക് പുറത്തു തരും. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തത് പോലും എങ്ങനെയാണെന്ന് ഹദീസിന്റെ കിതാബുകൾ പഠിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാപം ചെയ്യാത്ത ആരുമില്ല. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. പാപം ചെയ്യാത്ത ഒരുത്തനുണ്ടെങ്കിൽ ഓ മനുഷ്യനല്ല. പാപം ചെയ്യാതെ ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ. എല്ലാരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. അല്ലാഹ് നമ്മളെ പടച്ചിരിക്കുന്നത് അങ്ങനെയാ. തെറ്റ് ചെയ്യാത്ത ഒരു മഹാനുമില്ല, എല്ലാരും ചെയ്യുന്നവരാ. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് പറയുന്നവനാ. തെറ്റുപോയി ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റ് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയേണ്ടവനാ.
അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ കള്ള് കുടിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. പലിശ തിന്നിട്ടുണ്ടോ? പേടിക്കണ്ട. നിങ്ങൾ എത്ര വലിയ അപരാധം ചെയ്തവരാണെങ്കിലും നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് പറഞ്ഞത് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. ജീവിതത്തിൽ പാപം ചെയ്തവരോട് എന്നോട് പറയാൻ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇനി നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാപമാണ്, ഒരിക്കലും അല്ലാഹ് എനിക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ചരിത്രമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നുണ്ട്, ഉമർ തങ്ങൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്താണ് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ഇതാരാ പറയുന്നത്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസിന് പോലും നടക്കാൻ പേടിയാണ്. അങ്ങനെയുള്ള ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ഒരുപാട് നാളുകൾ കൊണ്ട് നീ കരയുകയാണല്ലോ, എന്താണ് നിനക്ക് സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുവാനും മയ്യത്ത് നമസ്കരിക്കുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നടക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് പലകയിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ. എന്തിനെന്നറിയുമോ? കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാ. കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്. എന്നിട്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാണ്, പലകയെടുത്തു മാറ്റുകയാണ്. കബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന പുതിയ കഫം തുണിയുണ്ടല്ലോ, അതടിച്ചെടുക്കും നബിയേ.
കഫൻ തുണികൾ അവിടുന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഖബറിന്റെ മുകളിൽ കയറി പഴയതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഈ കഫൻ തുണി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ താഴെ കിടക്കുന്ന മണ്ണുവാരി തന്റെ തലയുടെ മുകളിലിടുകയാ. താഴെ കിടക്കുന്ന മണ്ണുവാരിയിട്ട് തന്റെ തലയുടെ മുകളിലിടുകയാണ്. എന്നിട്ട് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്നെക്കാളും ഒരു പാപി ഈ ദുനിയാവിലില്ല നബിയേ. എന്നെക്കാളും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല നബിയേ. അള്ളാഹു ആർക്ക് പുറത്തു കൊടുത്താലും എനിക്ക് പുറത്തു തരൂല. കാരണം ഞാൻ അത്രയും വലിയ പാപിയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണവിടുന്ന് മരണപ്പെടുകയാ. അവരുടെ മയ്യത്തം കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് കബറടക്കി. അടയാളം വെച്ച കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങിപ്പോയി. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിൽ കടന്നു ചെന്നിട്ട് ആ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി അതിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ അവിടെ നടിച്ചെടുക്കുകയാ. എന്നിട്ട് കബറിൽ മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ, ഒരു നൂൽപന്തം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ, എനിക്ക് അവളെ ഓർമ്മ വന്നു നബിയേ. രണ്ടാമതും ഓടുകയാ. ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി. എന്നിട്ട് ഖബറിനകത്തിറങ്ങുകയാ. ഖബറിനകത്തിറങ്ങിയിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഖബറിനകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. ഞാൻ അവളെ കേറി പിടിച്ചു നബിയേ. ഉമർ തങ്ങള് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നു പോയി. പടച്ചവനെ, ഖബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചവനാ ഈ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടടത്തിലൂടെ കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. എന്തൊരു പാപമാ അല്ലാഹ്! ഖബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനാണ് ഈ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? അല്ല എനിക്ക് പുറത്തു തരുമോ? ആരാ ചോദിക്കുന്നത്? ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ച മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്തടാ. അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ
മിർ റഹ്മത്തില്ലാ. എനിക്ക് നിങ്ങളോടും പറയാൻ അതാവുള്ളത്, നിങ്ങൾ അത്ര വലിയ പാപം ചെയ്തവരല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ? പലരും പറയും ഉസ്താദേ ഞാൻ ദുആ ചെയ്താ സ്വീകരിക്കുന്നില്ലല്ലോ. എടാ, സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറ ചെറുപ്പക്കാരാ, പെങ്ങള് പറയേണ്ടതുപോലെ പറ പൊന്നുമോള്. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയേണ്ടതുപോലെ പറഞ്ഞോ, അല്ലാഹുവോട് പറയേണ്ടതുപോലെ പറഞ്ഞോ. അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം പൊറുക്കുന്നവൻ നീയാ അല്ലാഹ്. നീ എന്റെ റബ്ബാണ്, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്. അല്ലാഹുവേ, അടിമ യജമാനനോടല്ലാതെ ആരോട് പറയാനാ അല്ലാഹ്? പെട്ടുപോയി റബ്ബേ, പെട്ടുപോയി റബ്ബേ, ശൈത്താൻ ചതിച്ചതാ. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് വെറുതെ കിടന്ന് വിളിച്ചു വീട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ടത് പോലെ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചിട്ട് നീ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം അള്ളാഹിനോട് പറയണം. പടച്ചവനെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാ, നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലാ. പടച്ചവനെ, പറ്റിപ്പോയി റബ്ബേ. സാഹചര്യം, സന്ദർഭം, ഇബിലീസ്, നഫ്സ് എല്ലാവരും ഞങ്ങളെ കൊണ്ട് ചതിച്ചതല്ല, അല്ലാതെ അല്ല ധിക്കാരത്തോടു കൂടി ചെയ്തതല്ല. പടച്ചവനെ, നീ ഞാൻ ചെയ്യുന്നത് നീ കണ്ടാ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ല, പെട്ടുപോയതാ അല്ല, നീ എനിക്ക് പുറത്തുതാ. പറയേണ്ടത് പോലെ അള്ളാഹിനോട് പറ, അല്ലാതെ നിലവിളിക്കണ്ട, വിളിച്ചു കൂവണ്ട. നമുക്കങ്ങനെയാണല്ലോ, നിലവിളിയും ബഹളവും ഉണ്ട്. നമ്മുടെ ദുആ അങ്ങനെ ചെയ്യാൻ പാടില്ല. കടന്നു വിളിച്ചു കൂവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നൊരു സ്വഹാബി ഇരുന്ന് വലിയതായിട്ട് ദുആ ചെയ്യാ, പൊട്ടിക്കരഞ്ഞിങ്ങനെ നിലവിളിച്ച് ദുആ ചെയ്യാ. അപ്പോഴാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പോയി പറയാൻ, അവൻ വിളിക്കുന്ന റബ്ബിന് ചെവി കേൾക്കുമെന്നൊന്ന് പറയാൻ. നമ്മളെങ്ങനെ നാട്ടുകാർ കേൾക്കണം നമ്മുടെ ദുആ, കുടുംബസമേതം ഇരുന്നിട്ട് ദുആ ചെയ്യണത് അയൽവാസി പോലും കേൾക്കണം, വിളിച്ചു പോവുക, അങ്ങനെ ആവശ്യമൊന്നുമില്ല. എടാ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിൽ ആത്മാർത്ഥത വേണം, അതിനകത്ത് ഇഖ്ലാസ് വേണം. മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് എന്തിനാ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ പോരെ? നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പൊറുക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരുപാട് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞ്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. നിന്റെ വിചാരിക്കുന്നു ഏതോ ഇബ്രാഹിമിന്റെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ല, വെള്ളമില്ല, വലിയ ക്ഷാമം, ആർക്കും, മനുഷ്യനും കുട്ടികൾക്കും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യ്. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങളൊക്കെ ഇന്ന ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. ഒരു ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യേണ്ട ദിവസം മൂസാ നബി അലൈഹിസ്സലാം കടന്നുപോയപ്പോ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വെള്ളമില്ല അല്ലാ. മൂസാ നബി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ, ദുആ സ്വീകരിക്കൂല, നീ ദുആ ചെയ്താ സ്വീകരിക്കൂല. എന്തേ അല്ലാ? ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് എന്നെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് എന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഈ ദുആയ്ക്ക് ഉത്തരമുണ്ടാകില്ല.
മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണം. അവൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യത്തുള്ളൂ, എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരാ അല്ലാ ഈ ഇത്രയും വലിയ മോശക്കാരൻ? 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഈ മനുഷ്യനാരാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ 40 കൊല്ലമായിട്ട് അള്ളാനെ മറന്ന് നടക്കുന്നവനും ആ കൂട്ടത്തിലുണ്ട്. ഓം വിചാരിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ ഈ പറയണേ. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ അറിയും, ഞാൻ നാണം കെടും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും. പടച്ചവനെ അള്ളാഹുവേ, ഇനി എഴുന്നേറ്റ് പോകാതിരുന്ന മഴയും പെയ്യൂല. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? ഇത്രയും വലിയ മോശക്കാരനാണോ? ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ആ മനുഷ്യൻ, ചരിത്രം പറയുന്നു, ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ഈ മനുഷ്യൻ 2 മുട്ടുകാലിലേക്ക് തൻ്റെ തല താഴ്ത്തി വെച്ചു. തൻ്റെ മുഖം ഇങ്ങനെ മണ്ണിലേക്ക് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ തല താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്. എങ്ങനെയാണ് ഇത് നിന്നോട് എടുത്തു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. ഞാൻ അത്രയ്ക്കും പാപം ചെയ്തവനാ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തന്റെ തല താഴ്ത്തി വെച്ചിട്ട് പറയുന്നു, അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. അല്ലാഹുവേ, ഈ ചെയ്ത പാപം എങ്ങനെയാണ് നിന്റെ മുന്നിലേറ്റു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നാഥാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യനടുത്തിരുന്ന ആളുപോലും കേൾക്കാതെ റബ്ബിനോട് പറയുകയാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ പാപിയായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. പക്ഷേ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന, മൂസ നബിയേ, ആ മനുഷ്യന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നത് ഇഖ്ലാസ് ഉണ്ടോ? പറയുന്നത് ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്കും നിന്റെ കുടുംബത്തിനും സ്വർഗ്ഗം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാ, അല്ലാഹുവിനോട് എടുത്തു പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ പറ്റിപ്പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാ നാണം വേണ്ട, മടി വേണ്ട, ലജ്ജ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുന്നിൽ പറയണം, പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണം,
പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, നിസ്കാരം മുടക്കിയെങ്കിൽ മുടക്കിയെന്ന് പറ, ജീവിതം തുലച്ചെങ്കിൽ തുലച്ചെന്ന് പറ, മോഷണം നടത്തിയെങ്കിൽ മോഷണം നടത്തിയതെന്ന് പറ, അഹങ്കാരം കാണിച്ചെങ്കിൽ അഹങ്കാരം കാണിച്ചെന്ന് പറ. ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നീ അള്ളാന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങിയ അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പറ്റിയ പാപം അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞ് തൗബ ചെയ്ത നീ രക്ഷപ്പെടും. നിനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതി വലല്ലാലീൻ ആമീൻ എന്ന് പറയുന്ന സമയം, ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമല്ലോ. ആ ആമീൻ പറയുന്ന സമയം നിന്റെ ആമീനും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആമീനും യോജിച്ച നീ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇമാമ് ഫാത്തിഹ ഓതുവല്ലോ, ഫാത്തിഹ ഓതിയിട്ട് വലല്ലാലീൻ, ഇമാമ് ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. ഇമാമ ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. നമുക്ക് സ്പീഡ് കൂടുതലാ. ഉസ്താദ് പറയേണ്ട അതിനു മുമ്പേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിൽക്കുമ്പോൾ തന്നെ സുജൂദി കിടക്കണ വാക്കാമരില്ലേ? ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് സമയം അല്ലാഹു ലിമൻ ഹമിദ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ദാ താഴെ പോയിട്ട് കിടക്ക. ഇമാമ് പുറകെ വരുന്നുണ്ട്, സുജൂദിന് പോയി കാത്തു കിടക്ക. പാവം. എന്ത് നിസ്കാരം! അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ഇബിലീസ് തന്നെ നോക്കുക, ഇവ എന്താ അള്ളാഹ് ചെയ്യണേന്ന്. നമ്മുടെയൊക്കെ നിസ്കാരം കണ്ടിട്ടെ ഇബിലീസിന് തന്നെ ചിരിയാ വരണേ. ഇവ ഈ അള്ളാനെ കളിയാക്കുന്ന കണ്ടിട്ട് അവൻ തന്നെ നിന്ന് ചിരിക്കുക. അങ്ങനത്തെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. നമുക്കറിയില്ല എൻ്റെ വില. എടാ, ഇങ്ങനെ ഇമാമിന് മുമ്പേ പോകുന്നവൻ നാളെ പരലോകത്ത് പന്നിയുടെ കോലത്തിലെങ്ങാണ്ട വരുമെന്നാ. പന്നിയുടെ കോലത്തിൽ നമ്മുടെ നിസ്കാരം അറിയാലോ അല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, വൈലെന്ന് പറയണ നരകം നിസ്കരിക്കുന്നവനെന്നാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ നിസ്കാരം പറയാതിരിക്കലാ നല്ലത്. നമ്മുടെയൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കോമഡി. അള്ളാനെ ഇങ്ങനെ കളിയാക്ക, അള്ളാടെ മുന്നിൽ പോയി നിന്നിട്ട് അള്ളാനെ കളിയാക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം നമുക്ക് കളിയാ സഹോദര. തമാശ, ഓടി ചെല്ലുക, കാക്ക കൊത്തുന്ന പോലെ കൊത്ത ഓടുക, ഇറങ്ങി. ഇതൊക്കെ നമ്മുടെ നിസ്കാരം. നിസ്കാരത്തിൻ്റെ വിലയും അതിടാ. മനുഷ്യ, നിനക്കറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഒരാൾ മുസല്ലയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, നാളെ ഒരു മനുഷ്യൻ രാവിലെ പോയി സുബഹി നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവനെ കെട്ടിപ്പിടിക്കും. അള്ളാന്റെ മലക്കുകൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ മരിച്ച സ്വർഗത്തിലാ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞുവിടാ. ചിലരോട് പറയും, എടാ നശിച്ചവനെ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടടാ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തീർന്ന നീ നരകത്തിലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.